കോഴിക്കോട് കാപ്പാട് ബീച്ചിനടുത്തുള്ള റെനായ് ബീച്ച് റിസോർട്ടിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഈ കാണുന്നതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള റൂം. ഇതിന്റെ ബാൽക്കണി തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി വ്യൂ ആണേ. റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ബാൽക്കണി തുറക്കുമ്പോൾ നല്ല വ്യൂ ആയിരിക്കണം. എന്തായാലും ഈ പ്രാവശ്യം ആ കാര്യത്തിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് നട്ടുച്ചയായിട്ട് പോലും ഞാൻ ഈ ബാൽക്കണിയിൽ നിന്നിട്ട് കാറ്റും കടലും ഒക്കെ ആസ്വദിക്കുന്നത്. കുഞ്ഞു അവയും ട്രിപ്പ് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ അകത്ത് കയറിയിട്ടേ മെനു കാർഡ് എടുത്ത് നോക്കിയേ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കി ലാസ്റ്റ് പേജിൽ എത്തിയപ്പോ ഉണ്ടല്ലോ ബാർ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അതിലൊരു റെഡ് വൈൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇട്ടുകൊണ്ട് വന്ന തുണികളൊക്കെ വാർഡ്രോബിൽ വെക്കാന്ന് കരുതി ഓപ്പൺ ആക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം ഞാൻ കണ്ടത്. ഇവിടെ ലോക്കറും ഒരു ചെറിയ ഫ്രിഡ്ജും ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് തുറന്നപ്പോ അവര് തന്നെ അതില് ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഡ്രിങ്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രൂമിംഗ് കിറ്റിൽ ഉണ്ടായിരുന്നത് മോയ്സ്ചറൈസർ, സോപ്പ്, ഷേവിംഗ് കിറ്റ്, ഡെന്റൽ കിറ്റ്, ഒരു കോംബ്, പിന്നെ ഷവർ ക്യാപ്പ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഡെന്റൽ കിറ്റില് ഒരു ബ്രഷും പേസ്റ്റും വരുന്നുണ്ട്. ഈ കോഫി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഞങ്ങൾ എടുത്ത റൂം എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് നമ്മുടെ റൂം വരുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോയിട്ടോ. ഞങ്ങൾ വന്നിരിക്കുന്നത് വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ടും വെക്കേഷൻ സമയത്ത് അല്ലാത്തത് കൊണ്ടും തീരെ ക്രൗഡ് ഇല്ലായിരുന്നു. ആളിവിടെ സ്വിമ്മിംഗ് പൂള് കണ്ട സന്തോഷത്തിൽ ഓടുകയാണ് കേട്ടോ. അവൾക്ക് ഇറങ്ങാൻ പറ്റിയ ഭാഗം അപ്പുറത്തായിരുന്നേ, ഇവിടെയൊക്കെ നല്ല ആഴമുള്ള ഭാഗമായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.